തൃശൂരിന് പുതിയ DCC പ്രസിഡന്റിനെ നിയമിച്ചു. ജോസഫ് ടാജറ്റാണ് പുതിയ തൃശൂർ DCC അധ്യക്ഷൻ. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടേതാണ് തീരുമാനം. തൃശൂരിൽ പഴയതുപോലുള്ള ഗ്രൂപ്പിസം ഇപ്പോഴില്ലെന്നും നിലവിലെ പ്രതിസന്ധികൾ മറികടക്കുമെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും പ്രത്യേകിച്ച് ജില്ലാ നേതൃത്വവും ഒക്കെ എന്നിൽ അർപ്പിച്ച വിശ്വാസം അത് എനിക്ക് 100% ആത്മാർത്ഥതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അല്ല, ജില്ലയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി പ്രവർത്തകർ എന്നും പാർട്ടിയുടെ ഒരു തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നവരാണ്. അവരെല്ലാവരും ഒത്തൊരുമിപ്പിച്ച് കൊണ്ടുപോകുക എന്ന് തന്നെയാണ്. കുറച്ച് നാളുകളായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ജില്ലയിലെ മുതിർന്ന നേതാക്കന്മാർ തൊട്ട് താഴെത്തട്ടിലുള്ളവരെല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകുക, ആരെയും ഇതിൽ നിന്ന് വിട്ടുപോകാത്ത രീതിയിൽ എല്ലാവരെയും ക്ഷമയോടെ കേൾക്കുക, അതിന് പരിഹാരം കണ്ടെത്തുക, എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ്. അതിനാണ് പ്രഥമ മുൻഗണന. കൂടുതൽ വിവരങ്ങളുമായി ലെവിൻ കെ വിജയനാണ് ചേരുന്നത്. ലെവിൻ, എന്തായാലും വലിയ തരത്തിലുള്ള ഒരു വെല്ലുവിളിയാണ് അദ്ദേഹത്തിൻ്റെ മുൻപിലുള്ളത്. ആ പാർട്ടിയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ നിയമനം ഏത് രീതിയിലാണ്? അദ്ദേഹത്തിൻ്റെ ഇനിയുള്ള പ്രവർത്തനങ്ങൾ ഏതു രീതിയിലായിരിക്കും? സ്വാതി, മാസങ്ങളായി ഏകദേശം 7 മാസത്തിന് മുകളിൽ 8 മാസത്തിനടുത്ത് നാഥനില്ലാത്ത കളരിയായിരുന്നു തൃശ്ശൂരിലെ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി. അതിന് മാസങ്ങൾ നീണ്ട ചർച്ചകൾക്കും അനിശ്ചിതങ്ങൾക്കും ഒടുവിലാണ് ഇപ്പോൾ ജോസഫ് ടാജറ്റിനെ DCC അധ്യക്ഷനായി കോൺഗ്രസ് ദേശീയ നേതൃത്വം പ്രഖ്യാപിച്ചിരിക്കുന്നത്. AICC സംഘടനാകാര്യ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ വാർത്താക്കുറിപ്പിലൂടെയാണ് ടാജറ്റിനെ നിയമിച്ചുകൊണ്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ പുറത്തു വരുന്നത്. കഴിഞ്ഞ മാസങ്ങളോളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെ നയിക്കാൻ ആളില്ല എന്ന് പറഞ്ഞ് നിരന്തരം പ്രവർത്തകർക്കിടയിൽ അവമതിപ്പുണ്ടായിരുന്നു, പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിനെല്ലാം കൂടി ഒരു പരിഹാരം എന്നുള്ള നിലയിലാണ് ടാജറ്റിന്റെ നിയമനം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായ K മുരളീധരൻ അപ്രതീക്ഷിതമായി തൃശൂരിൽ തോൽവി ഏറ്റുവാങ്ങിയതിനെ തുടർന്നാണ് ഈ ജില്ലയിലെ കോൺഗ്രസിന്റെ സംഘടനാ കാര്യങ്ങൾ തലകീഴായി മറിഞ്ഞത്. പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പിസവും വിഭാഗീയതയും ഒക്കെ പലതരത്തിൽ ഇതേ ചൊല്ലി പുറത്തു വരികയും പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്തു. DCCയുടെ താൽക്കാലിക അധ്യക്ഷനായി VK ശ്രീകണ്ഠൻ MP പിന്നീട് AICC നേതൃത്വം കൂടി ഇടപെട്ടാണ് ചുമതലപ്പെടുത്തിയത്. അപ്പോൾ തന്നെയും ശ്രീകണ്ഠന് MP എന്നുള്ള നിലയിൽ വേറെയും ചുമതലകൾ നിർവഹിക്കാനുണ്ട്. ഈ സാഹചര്യത്തിൽ ഇരട്ട പദവി വഹിച്ചുകൊണ്ട് ജില്ലയിലെ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് നയിക്കാനാവില്ല. ചേലക്കരയിലെ തോൽവി അടക്കമുള്ള വിഷയങ്ങൾ മുൻനിർത്തി എത്രയും വേഗം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് പുതിയ DCC അധ്യക്ഷനെ നിയമിക്കണമെന്നുള്ള ഒരു വലിയ വാശിയും ആവശ്യവും ഒക്കെ പ്രവർത്തകർക്കിടയിൽ നിന്നുണ്ടായിരുന്നു. അതിനെല്ലാം കൂടിയാണ് പരിഹാരമാകുന്നത്. കഴിഞ്ഞ 10 വർഷത്തോളമായി DCCയുടെ ഉപ ഭാരവാഹിയാണ്. DCC വൈസ് പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന ആളാണ്. KSUവിലൂടെ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് വരികയും പിന്നീട് യൂത്ത് കോൺഗ്രസിലൂടെ സജീവമാവുകയും യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റായും KPCCയുടെ നിർവാഹക സമിതി അംഗമായൊക്കെ ജോസഫ് ടാജറ്റ് പ്രവർത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2020 മുതൽ ജില്ലാ പഞ്ചായത്ത് ജോസഫ് ടാജറ്റ് പുതിയ തൃശൂർ DCC അധ്യക്ഷനായി.